ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി നന്നാകണമെന്നുണ്ടെങ്കിൽ, ആ കുട്ടിയുടെ ജീവിതം ഭാസുരമാകണമെന്നുണ്ടെങ്കിൽ അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഏതാണ്? അദ്ദുആ. ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞ് ആ കുഞ്ഞ് ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ ഇരിക്കുന്നതിന് ആ സമയത്തോടൊപ്പം തന്നെ ആത്മാർത്ഥപരമായി നമ്മൾ ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന, ഞങ്ങളുടെ തമ്പുരാനെ, ഹബ് ലനാ, ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, അസ്വാജിനാ മിൻ ദുർരിയാതിനാ ഖുർറത അയുൻ, ഞങ്ങളുടെ ഭാര്യമാരിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കണ്ണിന് കുളിർമയുള്ള മക്കളെയും ഭാര്യമാരെയും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ കണ്ണിന് സന്തോഷമുള്ളത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ ലോകത്തിന്റെ നെറുകയിൽ റബ്ബേ നിന്നെ ഓർത്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന മക്കളാക്കി നീ മാറ്റണേ അല്ലാഹ്. ഈ ദുആ ഓരോ ആളുകളും ആണുങ്ങൾ ചെല്ലണം. ഭാര്യ ഗർഭവതിയാകുമ്പോൾ ഈ ഒരു ദുആ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരികയാണോ? എന്നാൽ അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ അല്ലാഹുവേ നിങ്ങൾ എങ്ങനെ വിട്ടിരുന്നാലും ആ മക്കള് നല്ലൊരു ഭാവിയുള്ള മക്കളായിട്ട് മാറുമെന്നാണ്. അത് മാത്രമല്ല, ഇന്ന് ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കള് പുറം ലോകത്തേക്കൊന്ന് വന്നാൽ, എന്റെ പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ? നിങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഈ ആയത്ത് ഇങ്ങനെ പതിവാക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ആ കുട്ടി അവിടെ നിന്ന് 1 വയസ്സ് മുതൽ 2 വയസ്സ് മുതൽ ആ കുട്ടി വളർന്നു വരികയാണ്. ഇന്നെല്ലാവരും പറയുന്നൊരു സ്വഭാവമുണ്ട്. അവിടെ നിന്ന് കുട്ടി വളർന്നു വരുമ്പോഴേ അതവനിക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്, അവന് മര്യാദ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്, ഉമ്മയെ പറ്റി പഠിപ്പിക്കണമെന്നാണ്, ബാപ്പയെ പറ്റി പഠിപ്പിക്കണമെന്നാണ്. എന്നാൽ അതിനാദ്യമായി നമ്മൾ ചെയ്യേണ്ടുന്നത് എപ്പോഴെന്നറിയുമോ? കുട്ടി വളർന്നു വരുന്ന സമയത്ത് മോനെ അത് ചെയ്യടാന്നല്ല, ഇന്നതുപോലെ നീ ഇന്നതുപോലെ പൊക്കോയെന്നല്ല, മറിച്ച് എന്തെന്നറിയുമോ? ആ കുട്ടി നിന്റെ പെണ്ണിന്റെ ഭാര്യയുടെ ഉദരത്തിൽ വളർന്നു വരുന്ന സമയം തന്നെ റബ്ബനാ ഹബ് ലനാ എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ മുന്നോട്ട് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾക്കെന്നും സന്തോഷമുള്ളവരായിട്ട് മാറും, എന്നും ആനന്ദമുള്ളവരായിട്ട് മാറും, എന്നും ആഹ്ലാദമുള്ളവരായിട്ട് മാറും. ആ ചെറുപ്പകാലത്ത് കൊച്ചുമക്കൾക്ക് ഒരുപക്ഷെ കുരുത്തക്കേടുകൾ ഉണ്ടാകാം, ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ബഹളം വെക്കുന്നവരാകാം. പക്ഷേ അവർക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ച ആ ഒരു ദുആയുണ്ടല്ലോ, ആ ഒരു ദുആക്ക് അള്ളാഹു ഉത്തരം തരുകയാണ്. 10 വയസ്സ് 15 വയസ്സും 14 വയസ്സുമുള്ള ആണും പെണ്ണുമായ മക്കള് അവരുടെ മെമ്മറിയിലേക്ക് അള്ളാഹു പ്രത്യേകമായൊരു ചിന്തയിട്ട് കൊടുക്കുകയാണ്. ഇതെന്റെ ഉമ്മയാണ് റബ്ബേ, എന്റെ ബാപ്പയാണ് റബ്ബേ എന്നുള്ള ആ ഒരു ചിന്ത അവരുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ പിന്നെ അവരെ പറഞ്ഞു വിലക്കേണ്ടുന്നൊരാവശ്യമില്ല, അവരോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയേണ്ടുന്നൊരാവശ്യമില്ല. അതിന് പകരമാണ് ആ കൊച്ചുമക്കള് വളർന്നു വരുന്നതിന് മുമ്പ് ഈ ഒരു ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ പതിവാക്കണം. അത് കഴിഞ്ഞാലും മക്കളോട് മോനെ നീ അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്ന് പറയുന്നതിന് മുമ്പ് നിസ്കരിച്ചുകൊണ്ട് 2 കരങ്ങളൊന്നുയർത്തിയിട്ട് അള്ളാഹുവിനോട് പറയാ,
പറയാൻ കഴിഞ്ഞാൽ എന്റെ പെങ്ങളെ, നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരില്ല, നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവരില്ല. കാരണം എന്തെന്നറിയുമോ? ആ പ്രിയപ്പെട്ട മക്കൾ നിനക്ക് വേണ്ടിയിട്ട് എന്ത് വേണോ ആ പൊന്നുമക്കൾ ചെയ്യുമെന്നാണ് ഈ ഖുർആനിന്റെ ആയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ ഒരു മഹത്തരമായ ഒരു ഖുർആനിന്റെ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ. അല്ലാഹുവേ, ബഗ്ദാദിന്റെ മണ്ണിൽ ഒരു മഅമൂറത്ത് എന്ന് പറയുന്ന പെണ്ണുണ്ടായിരുന്നു. ബഗ്ദാദിന്റെ മണ്ണിൽ മഅമൂറത്ത് എന്ന് പറയുന്ന പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന് 13 ആൺമക്കളാണ്. 1, 2, 3 അല്ല, 13 ആൺമക്കളാണ്. 13. ആ 13 ആൺമക്കളാണ്. അതിൽ ഒരു മകൻ അല്ലാഹുവേ 12ാമത്തെ കുട്ടിക്ക് ജന്മം കൊടുത്തു. അല്ലാ, ആ കുട്ടിക്ക് 10 വയസ്സായതിന് ശേഷമാണ് 13ാമതൊരു കുട്ടി ജനിക്ക് വരുന്നത്. അല്ലാഹുവേ, എന്നും ഈ പെണ്ണ് കരച്ചിലാണ്, എന്നീ പെണ്ണ് വിഷമത്തിലാണ്. ആ നാട്ടിലുള്ള ആലിമായ ഒരു പണ്ഡിതന്റെ അരികിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ആലിമായ പണ്ഡിതന്റെ അരികിലേക്കൊന്ന് കടന്നു പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തേ പറഞ്ഞെന്നറിയുമോ? അത് മറ്റൊന്നുമല്ല. അവിടെ നിന്ന് വ്യക്തമായി കൊടുക്കുകയാണ്, തങ്ങളെ, അല്ലാഹു എനിക്ക് 12 മക്കളെ തന്നിട്ടുണ്ട്. അവർ എന്നെ ഇന്ന് നല്ലതുപോലെ തിരിഞ്ഞു നോക്കാറില്ല, എന്റെ വാക്കവര് കേൾക്കാറില്ല, എന്നെ അനുസരിക്കാറില്ല, എന്റെ വഴികളിലൂടെ അവര് കടന്നു വരാറില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആരക്കുമോ? അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ദുആരക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇതൊക്കെ ആ കുട്ടി നിങ്ങളുടെ ഉദരത്തിലൊന്ന് വളർന്നു വരുന്നൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾ ചെല്ലാനുള്ളതായിരുന്നു. ആ ഒരു സമയം നിങ്ങൾ ചൊല്ലാനുള്ള ദുആ നിങ്ങൾ ചൊല്ലാൻ മറന്നുപോയി. അതുകൊണ്ട് അല്ലാഹു ഇനി ഒരു കുട്ടിയെ കൂടെ നിങ്ങൾക്ക് തന്നാൽ, നിങ്ങളുടെ ഉദരത്തിൽ ആ കുട്ടി വളർന്നു വന്നാൽ, റബ്ബനാ ഹബ്ലനാ, ഈ ഖുർആനിന്റെ ആയത്ത് നിങ്ങളുടെ ഭർത്താവിനോടൊന്ന് ഓതാൻ പറയുമോ? അല്ലാഹുവേ, വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നുപോയി വീട്ടുകാരോട് പറഞ്ഞ് ഭർത്താവിനോട് കാര്യം പറയുകയാണ്. നമ്മുടെ 12 മക്കളും അനുസരണയില്ല, നിങ്ങളോട് സ്നേഹമില്ല, എന്നോട് സ്നേഹമില്ല, അനുസരണയില്ലാത്ത മക്കളായിട്ട് മാറി. അതുകൊണ്ട് ഇനി അല്ലാഹു ഒരു കുഞ്ഞിനെ തന്നാൽ, എന്റെ ഉദരത്തിൽ തന്നാൽ, നിങ്ങൾ ഈ ഖുർആനിന്റെ ഒരായത്തൊന്ന് ഓതുമോ? അങ്ങനെ ഈ ഒരായത്ത് നിങ്ങൾ ഓതിയിട്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കുകയാണ്, ആലിമീങ്ങളാക്കുകയാണ്, ഹാഫിളീങ്ങളാക്കുകയാണ്. അല്ലാഹുവേ, കുട്ടി അവിടെ നിന്ന് വളർന്നു വരുന്നുവെന്നറിഞ്ഞ സമയം മുതൽ ജീവിതത്തിന്റെ അകത്തട്ടിൽ സന്തോഷം കൊണ്ടുവരികയാണ്. അവിടെ നിന്ന് ഭർത്താവ് അവിടെ നിന്ന് ദുആ ചെയ്യാ ഒരുങ്ങി. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നീറുന്ന മനസ്സോടെ ചെല്ലുകയാണ്. അങ്ങനെ അല്ലാഹുവേ, തന്റെ ഭാര്യ പ്രസവിച്ചു. എല്ലാ മക്കളെക്കാളും കാണാൻ നല്ല സൗന്ദര്യമുള്ള വെളുത്ത തുടുത്ത കുട്ടിയാണ് അവിടെ നിന്ന് ലഭിച്ചു പോകുന്നത്. വെളുത്തു കൊടുത്തിട്ടുള്ള കുട്ടിയാണ് അവിടെ നിന്ന് കണ്ടുപോകുന്നത്. സുബ്ഹാനല്ലാഹ്, കുട്ടി വളർന്നു വന്നു. എന്നാൽ ബാപ്പയും ഉമ്മയും വയോവൃദ്ധരായിട്ട് മാറുമ്പോൾ മറ്റുള്ള 12 മക്കളെക്കാൾ ആ പ്രിയപ്പെട്ട ഉമ്മക്കും ബാപ്പക്കും സ്നേഹം കൊടുത്തത് ആരെന്നറിയുമോ? ആ പ്രിയപ്പെട്ട പുന്നാര ഇളയ കുട്ടിയാണ്. അതെവിടെ നിന്നാ കിട്ടിയതെന്നറിയുമോ? ദുആ ചെയ്ത് അല്ലാഹു തആല കൊടുത്തതാണ്.
ദുആ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളുടെ മക്കൾ അനുസരണ ഉള്ളവരാകണോ? നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരണോ? ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന മക്കളായിട്ട് മാറണോ? അതിനെന്ത് വേണമെന്നറിയുമോ? ഈ ഒരു പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ ഓതിയിട്ട് ദുആ എന്നാ രക്ഷപ്പെടും. ഖുർആനിന്റെ ആ ഒരായത്ത് അത് ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കാണ്. ആ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നല്ലതുപോലെ മുന്നോട്ട് പോയാൽ നിങ്ങൾ പറയും, ഉസ്താദേ മാഷാ അല്ലാഹ്, എന്റെ മക്കൾ എത്ര നല്ല മക്കളാണ്, എന്റെ മക്കൾ എത്ര അനുസരണമുള്ളവരാണ്. മറ്റുള്ളവരുടെ മക്കളെ പറ്റി പലതും കേൾക്കുമ്പോ പറയും, യാ അല്ലാഹ് മാഷാ അല്ലാഹ്, എന്റെ കുട്ടി എത്ര ഭാഗ്യവാൻ, എന്റെ കുട്ടി എത്ര ഭാഗ്യവാൻ, ഞാനെത്ര ഭാഗ്യവതി, ഞാനെത്ര ഭാഗ്യവാൻ. ഇല്ലേ? മക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും ആ മക്കളെ ഒന്ന് വാരിപ്പിണരുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനുകളും മാറും. അവരുടെ ചിരികളും അവരോടൊപ്പം ഇരിക്കുകയും അവരോടൊപ്പം കളിക്കുകയും അവരുമൊത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അതൊരു സമാധാനമാണ്, അതൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ഇല്ലേ? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയുമല്ലോ എന്റെ ഉമ്മ. അതിന് ഉസ്താദുമാരെന്നില്ല, സയ്യിദന്മാരെന്നില്ല, ദുനിയാവിന്റെ പുറത്ത് ആരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ മനുഷ്യരുടെ എല്ലാ അവസ്ഥയും നമ്മൾ കണ്ടു നോക്ക്. ഏത് വലിയ പ്രയാസമാകട്ടെ, ഏത് വലിയ സങ്കടമാകട്ടെ, ഏത് വലിയ ദുഃഖമാകട്ടെ, മനസ്സിന്റെ ഉള്ളു പൊട്ടിപ്പോവുകയാണ്. നെഞ്ചു പൊട്ടിപ്പോകുന്ന സങ്കടത്തിന്റെ ഉള്ളില് വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നു പോകുന്നൊരു സമയമുണ്ടല്ലോ. അല്ലാഹുവേ, വീടിന്റെ വാതിൽ പടിയിലേക്കൊന്ന് കടന്നു വരുമ്പോൾ അവിടെ നിന്ന് നിന്റെ 1 വയസ്സുള്ള 2 വയസ്സുള്ള 3 വയസ്സുള്ള നിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഓടി വരുന്നു. ബാപ്പാ, ഉമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കൾ ഓടി വരുമ്പോൾ ആ പ്രിയപ്പെട്ട പുന്നാര മക്കള് അവർ നിങ്ങളെ വാരിയെടുക്കുമ്പോൾ, അവർ നിങ്ങളുടെ ശരീരത്തെ പിടിക്കുമ്പോൾ, അവർ നിങ്ങളുടെ കവിൾത്തടങ്ങളിൽ മുത്തം തരുമ്പോൾ, അല്ലാഹുവേ, അവരെ കളിപ്പിച്ചുകൊണ്ട് വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നു പോകുമ്പോൾ നിന്റെ ഭാരം എവിടെ പോയെന്റെ ചെറുപ്പക്കാരാ, നിന്റെ സങ്കടം എവിടെ പോയെന്റെ ചെറുപ്പക്കാരാ, നിന്റെ ദുഃഖം എവിടെ പോയെന്റെ ചെറുപ്പക്കാരാ. പെങ്ങളെ, ഏത് വലിയ മാരകമായ രോഗമായിട്ട് കിടക്കുന്നവരാകട്ടെ, ഏത് വലിയ വിഷമമായിട്ട് കിടക്കുന്നവരാകട്ടെ, ഏത് വലിയ സങ്കടമായിട്ട് കിടക്കുന്നവരാകട്ടെ, എഴുന്നേക്കാൻ കഴിയാത്ത രോഗമാകട്ടെ, കട്ടിലിൽ കിടക്കുമ്പോൾ നിന്റെ 1 വയസ്സുള്ള 1.5 വയസ്സുള്ള 2 വയസ്സുള്ള നിന്റെ പൊന്നുമക്കള്, നിന്റെ പൊന്നുമോള്, നിന്റെ പൊന്നുമോന് അരികത്ത് വരുമ്പോൾ നിന്റെ വേദന മറന്നിട്ട് ആ പ്രിയപ്പെട്ട പുന്നാര മക്കളെ ചേർത്ത് പിടിച്ചിട്ട് ചുടുമുത്തം കൊടുക്കുമ്പോൾ ആ കൊച്ചുമക്കൾ നിന്റെ അരികത്തിരുന്ന് കൊണ്ട് വർത്തമാനം പറയുമ്പോൾ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലായില്ലെങ്കിലും അല്ലാഹുവേ, അവര് പറയുന്ന ഓരോന്ന് കേൾക്കാൻ എന്ത് രസമാ, അവരുടെ ചിരി കാണാൻ എന്ത് രസമാ. അവർ സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ലെങ്കിലും നമുക്ക് അവരോട് സംസാരിക്കാൻ എന്തിഷ്ടമാണ്. അല്ലാ, അതുകൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഈ ജീവിതത്തില് അവരുടെ 1 വയസ്സിലും 2 വയസ്സിലും 3 വയസ്സിലും 4 വയസ്സിലും 8 വയസ്സിലും അവരോട് ചിരിപ്പിച്ചുകൊണ്ട് കളിപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ കടന്നു വന്ന ആ ഒരു സ്നേഹം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തട്ടിൽ കിട്ടണോ? അതിനെന്ത് വേണമെന്നറിയുമോ? ഈ ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ ഓതിയാൽ ആ പൊന്നുമക്കൾക്ക് 16 വയസ്സായാലും 17 വയസ്സായാലും 18 വയസ്സായാലും ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ കഴിഞ്ഞു പോയ അതേ സ്നേഹം നിങ്ങൾക്ക് തരാൻ അവർക്ക് സാധിക്കുന്നതാണ്. ഉമ്മ എന്ന് വിളിച്ചു വരാൻ അവർക്ക് വല്ലാത്ത ഇഷ്ടമാണ്, ബാപ്പ എന്ന് വിളിക്കാൻ അവർക്ക് എത്ര ഇഷ്ടമാണെന്നറിയുമോ? അതുകൊണ്ട് ഈ ഒരു ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തട്ടിൽ കൊണ്ടുവന്നാൽ ഭാവി കാലത്തിൽ വിരൽ കടിക്കേണ്ടുന്നൊരവസ്ഥ വരില്ല, സങ്കടപ്പെടേണ്ടുന്നൊരവസ്ഥ വരില്ല, ദുഃഖിക്കേണ്ടുന്നൊരവസ്ഥ വരില്ല, വേദനപ്പെടേണ്ടുന്നൊരവസ്ഥ വരില്ല. പാരാപാരം പോലെ പരന്നു കിടക്കുന്ന ഈ ദുനിയാവിന്റെ പുറത്ത് ആളുകളുടെ
മുമ്പിൽ വെച്ചുകൊണ്ട് നിന്നെ വഷളാക്കുന്ന ഒരു മകളോ മകനോ ആവൂല. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നീറുന്ന ഹൃദയത്തോടെ എന്തെല്ലാം കാര്യങ്ങൾ നീ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കടത്തിന്റെ കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ വിഷമത്തിന്റെ കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കാര്യം പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ പുന്നാര മക്കൾ സന്തോഷവാന്മാരായി വളർന്നവരാ. നിങ്ങളെന്തേ ചെയ്തു പോയത്? നിങ്ങളെന്തേ ചെയ്യാത്തത്? അതുകൊണ്ട് അല്ലാ ഒരു മാറ്റം വരട്ടെ. ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിലൂടെ ചൊല്ലിക്കോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ഒരു ഖുർആനിന്റെ ആയത്ത് വലിയ അത്ഭുതമാണ്, ഭയങ്കര ഔഷധമാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരും, നിങ്ങളോട് സ്നേഹത്തോടെ കടന്നു വരും, നിങ്ങളോട് ഇഷ്ടം വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കൾ കടന്നു വരും. അതിനെന്ത് വേണം? നല്ല മനസ്സും നല്ല ഹൃദയവും എല്ലാം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. കുറച്ച് സ്വലാത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ ആ ഹദറത്തിലേക്ക് നമുക്കൊന്ന് എത്തിക്കണം. അതുകൊണ്ട് ആരും എഴുന്നേറ്റ് ഓടാതെ എന്റെ കൂടെ എഴുന്നേറ്റ് ഒന്ന് ചെല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് ചൊല്ല്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു മണിമുത്തേ മദീനയിലാണേ മന്ദാര ചെപ്പിൻ ഡഴകാണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടന്ന് ഉള്ള ശഫാഅത്തല്ലാതെ ഇല്ല റസൂലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീന ഉമ്മ പൊന്നുമ്മ ആലത്തിൻ മുത്തേ കരളുമ്മ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പൂന്തിങ്കൽ വാനിലോദീത്തേ ആമീന പെറ്റ റസൂലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളിൽ വന്ന റസൂലേ കാരുണ്യ പൂവേ ഹബീബേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹത്തിൻ കടലായ നൂറേ സ്നേഹിതർക്കെന്നും നീലാവേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരളിൻ്റെ കരളായ നൂറേ കാരുണ്യ പൂവേ റസൂലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി
വസല്ലം. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മദീനത്തെ മണൽ കാറ്റേ നിറജെല്ലും കുളിർ കാറ്റേ ഹബീബിൻ്റെ സ്വലാത്തോതി നിറഞ്ഞിടും ഹബീബുല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അരിമുല്ല മണം തൂകും അറിവിൻ പൊന്നിലായി തീരും മദീനത്തെ ഹബീബോരെ നിറവീശും കുളിർ കാറ്റേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അസ്സലാത്തു ചൊല്ല് വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ പുണ്യ നബിയുടെ പേർക്ക് സ്വലാത്തുകൾ ചൊല്ലാൻ ഇമ്പത്തിൽ ആരാണ് കടന്നു വരുന്നത് അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മദീനത്തെത്തിക്കണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സോനമേ ഇഷ്ഖറിയാതെ പാടിടും നീവർ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. കാരുണ്യക്കടൽ കൽബിൽ വീശിയ ഖൈറുൽ വാറയ സീദി മണിമുത്തേയങ്ങൾ ലാതെ കൽബിൽ ഒരാളില്ലല്ലോ എൻ ഹബീബേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. കാലം കാതോർത്ത കൗതുകമല്ലേ അജബാൽ തീർത്ത ഹബീബുല്ലാഹ്. കാരുണ്യക്കടൽ വീശിനോരോരെ
ചൊല്ലിടേണം യാ സയ്യിദി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ് കാരുണ്യവാനായ അല്ലാഹ് മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ഈ നീട്ടുന്ന കരങ്ങളെ തട്ടല്ലേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ സകലമാന പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ അല്ലാഹുവേ സിഹ്ർ ചെയ്യുന്നവരുടെ സിഹ്റിൽ നിന്നും അല്ലാഹുവേ സിഹ്ർ ചെയ്യുന്നവരുടെ സിഹ്റിൽ നിന്നും സാഹിരീങ്ങളുടെ സിഹ്റിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഭാര്യ മക്കളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്ക് അമലില്ല റബ്ബേ ഞങ്ങളുടെ ഉള്ള അമലിൽ നീ ഞങ്ങൾക്ക് മാധുര്യം നൽകണേ അല്ലാ ഉള്ള അമലിൽ ഞങ്ങൾക്ക് മാധുര്യം നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾ പാപികളാണ് അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ നീ ഞങ്ങൾക്ക് നിന്റെ സ്വർഗീയ ലോകം നീ തരണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരുണ്ട് സംഭവിച്ചു പോയവരുണ്ട് റബ്ബേ നീയല്ലാതെ മറ്റാരാ പടച്ചവനെ ഞങ്ങൾക്ക് മാപ്പ് തരുന്നത് അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ക്യാൻസർ പിടിപെട്ടവരുണ്ടല്ലോ നീ മാറ്റി കൊടുക്കണേ അല്ലാ റാഹിമായ റബ്ബേ റാസിക്കായ റബ്ബേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ ഈ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളും സലാമുകളും ഞങ്ങളുടെ കൽബിന്റെ മണിദീപമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ റൗള ശരീഫിലേക്ക് ഖബർ ശരീഫിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.